പിന്നെ നമ്മൾ ലിവർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അവസാനം പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ബസ് സിമുലേറ്ററിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ലിവറി ഉണ്ടാക്കുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ലിവറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് ചാനലുകളുണ്ട്, അതുപോലെ ആപ്പ് ഉണ്ട്. അപ്പോൾ ലിവറിക്കായിട്ട് തന്നെ ഒരു ടീം തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ നമ്മൾ ലിവറി ആഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് മാറ്റാനുള്ള ഒരു ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിത് ലിവർ ഉണ്ടാക്കുന്നവർക്കും അതുപോലെ ഇനി പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവർക്കും ഇതൊരു ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് 6K ലിവറി, 4K ലിവറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാ ഡിവൈസിലും ഇത് പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ മോഡുകളൊക്കെ ഇറക്കുമ്പോൾ ലോ എൻഡ്, ഹൈ എൻഡ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലിവറിയും അതുപോലെ ഇറക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ ഡിവൈസസിനും ഉപകാരപ്പെട്ടേക്കും. അപ്പോൾ അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡൗൺലോഡ്സിലേക്ക് നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ലിവറി എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഡിസൈനിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ ഇപ്പോൾ കളർ അടിക്കും. അതായത് ഇപ്പോൾ നമ്മൾ എഡിറ്ററൊക്കെ ഉണ്ടല്ലോ ഫോട്ടോസിൽ, അപ്പോൾ അതിലാണ് നമ്മൾ കളർ അടിക്കുക. അപ്പോൾ ഈ കളർ അടിക്കുമ്പോൾ നമ്മളത് കറക്റ്റ് ഷെയ്ഡായിട്ട് എല്ലാ ഭാഗത്തും എത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ഒരു കളർ തന്നെ പല ഷെയ്ഡിലും വരും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നമ്മളൊരു വണ്ടിയിലേക്ക് അത് ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ റിയലായിട്ടുള്ളൊരു ബസ്സിൻ്റെ ഒരു സ്കിന്നിന് നമ്മൾ നേരിട്ട് നമ്മൾ ഒരു ലിവറി ഉണ്ടാക്കാനായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് ഒരു കാര്യമായിട്ട് നോക്കണം. നമ്മളിപ്പോൾ ഒരു ബസ്സിലാണ് നമ്മൾ ലിവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ് നമ്മൾ ബ്ലാക്ക് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ ആ ഒരു ബസ് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ലിവർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ടൊന്ന് കാണും, നമുക്ക് ബസ്സിൻ്റെ അകംഭാഗം കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലെ ക്യാബിന് നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് ആയിരിക്കും നമ്മൾ ലിവർ ഇട്ട് കഴിഞ്ഞാൽ കാണുക. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊക്കെ നമ്മൾ ലിവറി എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അധികം ഓവറാക്കിയിട്ട് ഇപ്പോൾ അധികം ഡിസൈനൊന്നും കൊടുക്കാതെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബസ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രാഫിക്സൊക്കെ സൈഡിൽ കുറച്ചധികം ചെയ്യുമായിരിക്കും. അപ്പോൾ അത് അത്യാവശ്യം വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അധികം ഓവർ സ്റ്റിക്കർ വർക്ക് ആക്കാതെ വൃത്തിയിൽ ചെയ്യുക. പിന്നെ നമ്മൾ ലിവർ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ അവസാനം പറയുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ് ഏരിയയിൽ നമ്മൾ ഒരുപാട് സ്റ്റിക്കർ വർക്ക് അടിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ബസ്സിൽ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഏറ്റവും മുകളിൽ നമ്മുടെ പേരെഴുതും. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഈ എഡിഷൻ നെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഒരു എഡിഷൻ നെയിം നമുക്ക് വലിയൊരു പ്രശ്നമാണ്. അതായത് ഈ ഒരു എഡിഷൻ നെയിം ഏകദേശം നമ്മുടെ വൈപ്പറിൻ്റെ ആ ഒരു സെൻട്രലായിട്ടായിരിക്കും വരിക. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ ഉണ്ടല്ലോ ഈ എഡിഷൻ നെയിം, അതിലിപ്പോൾ എന്തും ആയിക്കോട്ടെ നമ്മൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ അടിയിൽ നമ്മളിത് എഴുതുമ്പോൾ നമുക്കത് വലിയൊരു പ്രശ്നമാണ്. നമുക്ക് അകത്തുനിന്ന് നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കാണില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.